കതിരൂർ ചുണ്ടങ്ങാപ്പൊയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി പണിത ലാബ് സമുച്ചയം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിന് സമർപ്പിച്ചു. ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചു. 2,80,00,000 രൂപ ഉപയോഗിച്ച് 3 നിലകളിലായാണ് ലാബ് സമുച്ചയം നിർമ്മിച്ചത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത, കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുജയ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം AK ശോഭ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VV കരുണൻ, PTA പ്രസിഡന്റ് A വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെമ്പാടും വളരെ പ്രകടമായ രീതിയിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലെ പുരോഗതിയാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാം സഞ്ചരിച്ചാൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൊട്ടിപ്പൊളിഞ്ഞ ഡെസ്കും മേശയോ ചോർന്നൊലിക്കുന്ന കെട്ടിടമോ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് കേരളത്തിൽ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായ മാറ്റങ്ങളുടെ ഭാഗം തന്നെയാണ്. സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും സർക്കാർ ബജറ്റിന് പുറത്ത് സഹായിക്കാൻ ഏർപ്പെടുത്തിയ കിഫ്ബിയിൽ നിന്നും, കിഫ്ബി എന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നുള്ളതാണ്. ഈ 2 സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ മാറ്റമാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്.